ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്കേ ഇന്ത്യയിൽ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഹോളി. അസുര രാജാവായ ഹിരണ്യകശിപു തൻ്റെ അഹങ്കാരത്താൽ താനാണ് ഏകദൈവമെന്നും എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന് ശഠിച്ചു. എന്നാൽ അവൻ്റെ മകൻ പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു. പുത്രനെ തൻ്റെ പാതയിലേക്ക് മാറ്റാൻ കഴിയാതിരുന്ന ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല മാർഗങ്ങളും തേടി. പ്രഹ്ലാദനെ വകവരുത്തുവാൻ അസുര രാജാവ് തൻ്റെ സഹോദരിയായ ഹോളികയെ ഉപയോഗിച്ചു. അഗ്നിയിൽ ദഹിക്കാത്ത വരം ലഭിച്ചിരുന്ന ഹോളിക പ്രഹ്ലാദനെ മടിയിലിരുത്തി അഗ്നികുണ്ഡത്തിലിരുന്നു. എന്നാൽ ഭക്തിയുടെയും സത്യത്തിൻ്റെയും പ്രതീകമായ പ്രഹ്ലാദനെ അഗ്നി സ്പർശിച്ചില്ല. മറിച്ച് വരമുണ്ടായിരുന്നിട്ടും ഹോളിക തീയിൽ വെന്തു മരിച്ചു. ദുരുദ്ദേശത്തോടെ വരം ഉപയോഗിച്ചതാണ് അവൾക്ക് തിരിച്ചടിയായത്. ഇതിൻ്റെ സ്മരണയ്ക്കായി ഹോളി ആഘോഷങ്ങളിൽ അവർ ഹോളികയുടെ രൂപമുണ്ടാക്കി കത്തിക്കുന്നു. ആ തീ മനുഷ്യൻ്റെ നെഗറ്റീവ് ഊർജങ്ങളെയും ദോഷങ്ങളെയും നശിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായി പുതുവത്സര തലേന്ന് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും സമാനമായ ഒരു അർത്ഥത്തിലാണ് പങ്കുവയ്ക്കുന്നത്. പോർച്ചുഗീസ് പാരമ്പര്യമനുസരിച്ച് പാപ്പാഞ്ഞി എന്നാൽ മുത്തച്ഛൻ എന്നാണ് അർത്ഥം. അവിടെ പാപ്പാഞ്ഞി എന്നത് കടന്നുപോയ വർഷത്തിൻ്റെ പ്രതീകമാണ്. ഒരു മുത്തച്ഛൻ്റെ രൂപത്തിൽ പാപ്പാഞ്ഞിയെ നിർമ്മിക്കുന്നതിലൂടെ പടുവൃദ്ധനായി മാറിയ ഒരു വർഷത്തെയാണ് അവർ ചിത്രീകരിക്കുന്നത്. കഴിഞ്ഞു പോയ കാലത്തെ സങ്കടങ്ങളും പരാജയങ്ങളും കൈപ്പേറിയ ഓർമ്മകളും ആ രൂപത്തോടൊപ്പം അഗ്നിക്കിരയാകുന്നു. പഴയതിനെ ദഹിപ്പിച്ചു കളയുന്നതിലൂടെ പുതിയ വർഷത്തെ ശുദ്ധമായ മനസ്സോടെയും പ്രത്യാശയോടെ സ്വീകരിക്കാൻ സാധിക്കും. കത്തിച്ചു കളയേണ്ടതും ഉപേക്ഷിക്കേണ്ടതും നന്മയെയല്ല, മറിച്ച് തിന്മയെയും അതിൻ്റെ പ്രതീകങ്ങളെയുമാണ്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു കളയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന് എഫേസ്യർ 4 പറയുന്നു. ഈ പുതുവർഷത്തിൽ നമുക്ക് പഴയ പരാജയങ്ങളെയും വീഴ്ചകളെയും തിന്മകളെയും അഗ്നിക്ക് വിട്ടു നൽകാം. കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി നമുക്ക് മാറാം. പുതുവർഷം എന്നത് കേവലം അക്കങ്ങളുടെ മാറ്റമല്ല, മറിച്ച് സ്വയം നവീകരിക്കുവാനുള്ള ഒരു ദൈവിക അവസരമാണ്. പഴയ വർഷത്തിലെ പാപ്പാഞ്ഞിയെ നാം അഗ്നിക്കിരയാക്കുമ്പോൾ അത് നന്മയിലേക്കുള്ളൊരു വഴിവിളക്കായി മാറണം. അവിടെ എരിയുന്നത് നമ്മുടെ സങ്കടങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മെ പിന്നോട്ട് വലിച്ച സ്വാർത്ഥതയും വെറുപ്പും കൂടെയായിരിക്കണം. കഴിഞ്ഞുപോയ വർഷത്തെ കണ്ണുനീരും വീഴ്ചകളും ജീവിതത്തിൻ്റെ പാഠപുസ്തകങ്ങളാക്കി മാറ്റുക. വീട്ടിലെ ചുവരിലെ കലണ്ടറുകൾ മാറ്റുന്നത് എളുപ്പമാണ്, എന്നാൽ ചിന്തകളെയും ശീലങ്ങളെയും മാറ്റുന്നിടത്താണ് യഥാർത്ഥ പുതുവർഷം പിറക്കുന്നത്. മാപ്പ് കൊടുക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഈ പുതുവർഷത്തിൽ നാം നടത്തുന്ന ഓരോ ചെറിയ മാറ്റവും ലോകത്തെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കും. ചാരത്തിൽ നിന്നും പുതുജീവന്റെ ചിറകടിച്ചുയരുന്ന ഒരു പക്ഷിയെപ്പോലെ തിന്മയുടെ ഭസ്മത്തിൽ നിന്നും നന്മയുടെ പുതുമനുഷ്യരായി നമുക്കും ഉയർത്തെഴുന്നേൽക്കാം. ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ജന്മം എനിക്കേകുവാൻ, പുതിയൊരു തോൽക്കുടമായിടുവാൻ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ നാഥ. പുതുവസ്ത്രത്തോടെന്നെ ചേർക്കണേ നാഥ. പുതിയൊരു ജന്മം എനിക്കേകുവാൻ, പുതിയൊരു തോൽക്കുടമായിടുവാൻ, പുതു സൃഷ്ടിയായി